നല്ല വലിയ കുഴപ്പമില്ലാത്ത വ്യൂ ആണ്. നല്ലൊരു ക്ലൈമറ്റാണ്. എന്നാൽ വലിയ തണുപ്പൊന്നും പറയാനില്ല, നോർമൽ ക്ലൈമറ്റാണ്. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ താഴെ വേറൊരു ഫ്ലോർ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ജസ്റ്റ് 2 ഫ്ലോറായിട്ടാണ് വെച്ചിരിക്കുന്നത്. താഴെ ഇത് വേറെ, ഇതേപോലെ തന്നെ താഴെ വേറൊരു ഫ്ലോർ ഉണ്ട്. കുറച്ചുകൂടി വ്യൂ ഏറ്റവും മുകളിലാണ്. എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിലെ ഏറ്റവും ടോപ്പസ്റ്റ് ലെയറിലുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച റിസോർട്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ബാക്ക് കൂടെയുള്ള എൻട്രിയാണ്. ഈ സ്റ്റെയർസ് വഴി ഇത് കണ്ടോ, താഴത്തെ ഒരു ഫ്ലോറുണ്ട്, മുകളിലൊരു ഫ്ലോറുണ്ട്. അപ്പോൾ ഞാൻ മുകളിലത്തെ ഫ്ലോറിൽ താമസിച്ച്. വലിയ കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. എൻ്റെ ഫ്രണ്ട് ഭാഗം ആ റോഡ് ഫ്രണ്ടിലുള്ള റോഡ് കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലൊക്കേഷൻ. നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ നല്ല വ്യൂസ് ഉണ്ട്. അതായത് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഷെഫേ ഉത്തരാഖണ്ഡിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി കേരള സ്റ്റൈലുള്ള മറ്റേ ഭൂരിയും എന്താ പറയുക, ആ ഒരു ഭക്ഷണവും സാമ്പാറൊക്കെ ഉണ്ടാക്കിയെന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു മീൻ കറി കഴിച്ചു. കിടി പോയി, അടിപൊളിയായിരുന്നു. കുടപ്പുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവിൽ. അതുപോലെ തന്നെ കേരള സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ട്. പുള്ളിയാണ് ഇവിടുത്തെ ഷെഫ് ഉത്തരാഖണ്ഡിലുള്ളത്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. റിസപ്ഷനിൽ തന്നെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല രസകരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇത് കുഴപ്പമില്ല. മാത്രമല്ല ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട്, ബേഡ്സ്. ഇവർ വളർത്തുന്ന കുറേ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പരിപാലിക്കുന്ന സ്ഥലമുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് അതോട് ചേർന്നിട്ട് തന്നെ ഒരു റിസോർട്ട്, ഒരു ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സ്റ്റേജ്. എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്റ്റേജ്. അവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേട്ടോ, നടുക്ക് ചുറ്റും ഇരുന്ന് കൂടാനായിട്ടുള്ള ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല സെറ്റപ്പിൽ തന്നെയാണ് പണിതേക്കുന്നത് കേട്ടോ. എവിടെയാണ് ക്യാമ്പ് ഫയറിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. രാത്രി വന്നിട്ട് ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സൊക്കെ വന്ന് അവരൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എന്താണ് ഒരു പൂച്ചയാണുള്ള, പൂച്ചേനൊക്കെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. വളർത്തു പൂച്ചയാണ്. അതേ ഹലോ ഹലോ. ഇത് വേറൊരു സാധനം ഇടിക്കുന്നു കേട്ടോ. അതിനെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. കളർ മാറി കിടക്കും. രസകരമായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഓക്സി വാലിൻ്റെ തന്നെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അവർ ഓഫ് റോഡൊക്കെ പോകാനായിട്ട്, ക്യാമ്പിങ്ങിനും അങ്ങനെയുള്ള സൈറ്റ് സീനൊക്കെ പോകാനായിട്ട് ഇവിടെ ഒരു വണ്ടി, അവരുടെ തന്നെ ഒരു വണ്ടി സെറ്റ് ഉണ്ട് കണ്ടോ.
Losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headaches stack. Restlessness to hell and back. What's my purpose? What do I grab? A slippery surface, a heart attack. And sometimes you just gotta believe. There's something that'll give you relief. There's something that'll have what you need. What you need. We're broken, it's tragic. We're not all elastic, but maybe there's magic. Believe you could have it. And I know of sadness, the anxious and panic, the infinite vastness of all that is blackness. വാഴത്തോട്ടം അല്ലെങ്കിൽ അവിടെ ഒരു തെങ്ങും തോപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ തെങ്ങും തോപ്പും ഇതൊക്കെ ഉണ്ട്. വാഴത്തോട്ടം അതിൽ തെങ്ങ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആവുന്നുള്ളൂ. താഴെ തെങ്ങും തോട്ടമുണ്ട്. അതിലെ കവുങ്ങ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകണോട് അല്ല, എനിക്ക് സിറ്റിയിൽ ലൈക്ക് ഇങ്ങനെ സിറ്റീസിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ പറയുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, മറ്റേ കാടും കുറച്ചും കൂടി ഗ്രീനറിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് താല്പര്യം. അതാണ് പെർഫെക്റ്റ്. ആകുമ്പോൾ മഴയുണ്ടാവില്ല. ഞാൻ കൂടുതലും ബൈക്കിൽ ഓടിക്കുന്ന ആളാണ്. ഞാൻ ബൈക്കറാണ്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടം. പക്ഷേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് വൈദ്യന്മാർ പറഞ്ഞ് തണ്ടലുമ്പോൾ സർജറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നിക്ഷിപ്തമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പോവും, രണ്ടാമത് പോയി ഒഴിയാൻ കൊടുക്കും. ഒരു ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച ഒഴിച്ചിട്ട്, അതാണ് നമ്മുടെ ഒരു പരിപാടി. അങ്ങോട്ട് കയറുന്നല്ലേ? അമ്മോ, എന്റെ ക്ലച്ച് തേങ്ങ മണം വന്ന് എനിക്ക് അവസാനം ഇന്നലെ കയറിയിട്ടേ ഒറ്റ കയറിൽ കയറിയാൽ മതി. മറ്റേ മീനിന്റെ പരിപാടി ഉണ്ടോ? എന്ത് മീനാണ് അത്? ചെമ്പല്ലിയോ? തിലോപ്പിയ. എൻ്റെ വീട്ടിലുണ്ട്. അമ്മ എവിടേക്ക് ബാക്കിലോട്ട് ഇടാല്ലേ? ഉള്ളി
കാര്യമില്ല. അത് ഇതും നല്ലതല്ല. പിന്നെ പാറ്റില്ല, എല്ലാം പാറ്റുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ടല്ലേ? ഇവരുടെ പുതിയ റിസോർട്ടിന് വേണ്ടിയിട്ട് അവർ സ്ഥലം മേടിച്ചിട്ടേക്കാണ്. പുതിയ റിസോർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ലൊക്കേഷൻ കേട്ടോ, റിവർ സൈഡിൽ തന്നെ, അടിപൊളി. പിന്നെ ഇത് നനയ്ക്കാനായിട്ട് അവർ ചെയ്യുന്നത് ഇവിടെ സ്പ്രിംഗ്ലറും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, വാഴയ്ക്ക് നനയ്ക്കാനായിട്ട്. ഇവിടെ വെള്ളത്തിൻ്റെ പ്രോബ്ലം വരുന്നുണ്ടെന്ന് തോന്നുന്നു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം കൊണ്ട് കൊണ്ടുവച്ചിട്ട് വാഴ നനയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ആന വരും എന്ന് പറയുന്നുണ്ട്. ഈ റിവർ സൈഡിൽ ഇവിടേക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവർ വന്നിട്ട് പുഴയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്ന ആ ഒരു സമയമാണ്. അതാണ് ഈ വെയിലേക്ക് ഇങ്ങോട്ട് വെച്ചത്. ഇത് നൈറ്റിൽ ഇത് ഇലക്ട്രിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ അടിപൊളി, ഇത് അടിപൊളി സംഭവം കേട്ടോ. ഇത് വെറുതെ ഇരിക്കുന്നത് കാണണ്ട, ഇതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ചിട്ടേ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതെടുത്തിട്ട് വായിൽ സൗദിയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തണ്ടുകൾ മാത്രമായിട്ട് വിൽക്കുന്നതാണ്. സൗദിയിൽ മാത്രമല്ല, ഇവിടെ ഉണ്ട്. അതാണ് അവർ ബ്രഷ് ആക്കുക. അതിൻ്റെ ഒരു കമ്പെടുത്തിട്ട് ചവച്ച് ബ്രഷ് പോലെ ആക്കും അറ്റം. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ തേച്ച് നടക്കും. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. കാരണം നോയമ്പ് കാലത്ത് എന്താണെന്നറിയോ, അവർക്ക് ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല. ആ ഒരു അവസ്ഥയിൽ അവരെന്താണ്, ഈ പല്ലുമ ഈ തേച്ചിട്ടുള്ള ഇത് വെള്ളം ഒരിക്കലും ഇറക്കില്ല, അത് തുപ്പിക്കളയുള്ളൂ. അപ്പോൾ അവരിത് ഇങ്ങനെ എപ്പോഴും വായിലിട്ടിട്ട് ഇങ്ങനെ കടിച്ച് പല്ലും ഇങ്ങനെ വരച്ച് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? വൈബല്ലേ? ഇവിടെ ഒരു റിസോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് ആവും. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊജക്റ്റൊക്കെ തീർന്നിട്ട് വേണം ഇനി 100 പ്രാവശ്യം കൂടി വന്നാൽ ഈ പുഴയിലൊക്കെ ഒന്ന് കുളിക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും സമയമില്ല. ഓക്കെ.